എൻ്റെ കയ്യിലിരിക്കുന്നത് സയ്യിദ് ഇബ്രാഹിം അൽ ഖലീൽ ബുഖാരി ബദറു സാദാത്ത് തങ്ങളുടെ ജീവിത അനുഭവങ്ങൾ രേഖപ്പെടുത്തിയ ജീവിതം ഇതുവരെ എന്നൊരു പുസ്തകമാണ്. ഇതിൽ ഉസ്താദിന്റെ ഒരു അനുഭവം പറയുന്നുണ്ട്. സ്കൂളിൽ പോകുന്ന കാലത്ത് ഉമ്മ വീട്ടിൽ ഒരു കറി ഉണ്ടാക്കുന്നു. തോട്ടിൽ നിന്ന് പിടിച്ച മത്സ്യത്തിന്റെ കറിയാണ്. പൊതുവെ തോട്ട് മത്സ്യത്തിന്റെ കറി രുചി കുറവാണ്. സ്കൂളിൽ പോകാനൊരുങ്ങിയ സയ്യിദ് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, എനിക്ക് കറി വേണ്ട, ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല. ഉമ്മ മറ്റെന്തെങ്കിലും തരുമെന്നാണ് സയ്യിദ് കരുതിയത്. പക്ഷേ ഉമ്മ പറഞ്ഞു, എൻ്റെ കുട്ടിക്ക് വേണ്ടെങ്കിൽ പൊയ്ക്കോളൂ. അങ്ങനെ ഭക്ഷണം കഴിക്കാതെ സ്കൂളിലേക്ക് പോകുന്നു. വിശപ്പ് സഹിച്ച് വൈകുന്നേരം വരെ സ്കൂളിൽ കഴിയുന്നു. വൈകുന്നേരം തിരിച്ചു വീട്ടിലേക്ക് എത്തുമ്പോൾ അതിശക്തമായ വിശപ്പുണ്ട്. ഭക്ഷണം കഴിക്കാനായി സുപ്രയിലിരുന്നപ്പോൾ ഉമ്മ മുന്നിൽ കൊണ്ടുവെക്കുന്നത് തോട്ടുമീൻ കറി തന്നെയാണ്. അത് കഴിച്ചു നോക്കിയ സയ്യിദ് അവർകൾ പറയുന്നു, എന്തൊരു രുചിയാണ് ഈ തോട്ടുമീൻ കറിക്ക്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഉമ്മ സയ്യിദിനോട് പറഞ്ഞു, മോനെ, നിങ്ങളൊക്കെ പ്രായമാകുമ്പോൾ പല നാടുകളിലേക്കും സഞ്ചരിക്കേണ്ടവരായിരിക്കും, പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടവരായിരിക്കും. നിങ്ങൾ ഇതെല്ലാം ജീവിതത്തിൽ ശീലിച്ചേ മതിയാകൂ എന്ന വലിയൊരു ഉപദേശം സയ്യിദ് അവറുകളുടെ ഉമ്മ നൽകുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങൾ, നമ്മുടെ മക്കളെ സ്നേഹിക്കേണ്ടടുത്ത് സ്നേഹിക്കണം, അവരെ ശകാരിക്കേണ്ടടുത്ത് ശകാരിക്കണം, അവർക്ക് ആവശ്യമായത് നാം അവർക്ക് നൽകണം. എന്നാൽ പ്രതിസന്ധികൾ എന്താണെന്നും വിശപ്പ് എന്താണെന്നും പ്രയാസങ്ങൾ എന്താണെന്നും അവരറിയാതെ ജീവിക്കുന്നവരായി ഒരിക്കലും മാറരുത്. പലപ്പോഴും നമ്മൾ പറയാറുള്ളത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ സുഖമെന്താണെന്ന് അറിഞ്ഞിട്ടില്ല, എൻ്റെ ചെറുപ്പകാലത്ത് പ്രയാസങ്ങളിലൂടെയാണ് കടന്നുപോയത്, എൻ്റെ മക്കൾക്ക് ആ ഒരു അവസ്ഥ വരരുത്, അതുകൊണ്ട് അവരിഷ്ടപ്പെടുന്ന എന്തും ഞാൻ അവർക്ക് വാങ്ങിച്ചു കൊടുക്കും എന്ന ഒരു തീരുമാനം പലപ്പോഴും നമ്മൾ എടുക്കാറുണ്ട്. എന്നാൽ അത്തരം രക്ഷിതാക്കൾ പിന്നീട് മക്കളുടെ പല സ്വഭാവ മാറ്റങ്ങളിലും വേദനിച്ച് ധാരാളം അനുഭവങ്ങൾ നമ്മളോട് പങ്കുവെച്ചത് കാണാം. പ്രിയമുള്ള രക്ഷിതാക്കളെ, നമ്മുടെ മക്കളും പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും വിഷമങ്ങളിലൂടെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ അവരെ നമ്മൾ പ്രാപ്തരാക്കേണ്ടതുണ്ട്. ഏത് പ്രതിസന്ധികളെയും മറികടക്കാനുള്ള ഒരു മാനസികമായ തയ്യാറെടുപ്പ് അവർക്ക് നാം ജീവിതത്തിൽ നൽകേണ്ടതുണ്ട്. സയ്യിദ് അവറുകളുടെ ഉമ്മ നൽകിയ ഉപദേശം, ഉള്ളത് കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാൻ, ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോവാനുള്ള ഒരു പാകത ചെറിയ പ്രായത്തിൽ നിന്ന് തന്നെ നമ്മൾ വളർത്തിയെടുക്കണം എന്ന ആ ഒരു വലിയൊരു ഉപദേശം നമ്മുടെ ജീവിതത്തിലും നമുക്ക് പകർത്താവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.